സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമുക്ക് ജീവിതം എപ്പോഴും സന്തോഷങ്ങൾ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ദുഃഖകരമായിട്ടും നമുക്ക് പ്രതിസന്ധികൾ നേരിടുന്നതും ഒക്കെയായ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടെയൊക്കെ നമ്മളും കടന്നു വരേണ്ടി വരും. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ ഭാവിയിൽ ഇനിയും, അതായത് അത്തരം പ്രതിസന്ധികളും ദുഃഖങ്ങളും ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അതിനെ ആ ഒരു രീതിയിലേ കാണുന്നുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ തന്നെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നും കുറേ കൂടെ സർവൈവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നമ്മൾ കുറേ കൂടെ റീഫോംഡ് ആവും, നമ്മൾ കുറേ കൂടെ പവർഫുൾ ആവും, നമ്മൾ കുറേ കൂടെ സ്ട്രെങ്തൻഡ് ആവും, നമുക്ക് കുറേ കൂടെ ഇതിനെയൊക്കെ നേരിടാനുള്ള ഒരു ശക്തി ഉണ്ടാവും. അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ നമ്മൾ ഒരിക്കലും പാസ്റ്റിൽ നിൽക്കുന്നില്ലല്ലോ. നമ്മൾ ഒരിക്കലും പാസ്റ്റിലേക്ക് പോകാൻ, അല്ല അത് നമ്മൾ പ്രസന്റ് ഇന്ന് എങ്ങനെ ജീവിക്കുന്നു, നാളത്തെ ഫ്യൂച്ചർ എങ്ങനെ നമ്മൾ സെക്യൂർ ആക്കുന്നു, നമ്മുടെ ഫ്യൂച്ചറിനെ ഏറ്റവും ബെസ്റ്റ് ആക്കി എടുക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ. പക്ഷെ എങ്കിലും ഈ ഒരിക്കലും ഒരു സൈബർ അറ്റാക്ക് എന്നുള്ളത് ഒരു ഭയങ്കരമായിട്ട് നേരിട്ട രണ്ടുപേരാണ് നിങ്ങൾ. അത് ഒരു ഷോർട്ട് ടൈം അല്ല, നോർമലി ഷോർട്ട് ടൈം ഒക്കെ ആയിരിക്കും ഒരു, അല്ലെങ്കിൽ എല്ലാ കാലവും ഉണ്ട്. അതൊരു സൈബർ അറ്റാക്ക് എന്നുള്ള ക്രൈം പോലുമാണ് ഇന്ന്. അപ്പം അതിനെല്ലാം എനിക്ക് ഒരുപാട് ഘട്ടങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇന്നും നേരിടും, നല്ല ഫേസ് ചെയ്യുന്ന ഒരു സംഭവമില്ല. നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുമ്പോൾ, നമ്മുടേതായ ഒരു സ്പേസിൽ ഇടുമ്പോൾ പോലും അതിന് താഴെ വരുന്ന കമൻസ് അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന ആഫ്റ്റർ എഫക്റ്റ് ഒരു സൈബർ അറ്റാക്ക് അല്ലേ? നമ്മൾ സൈബർ അറ്റാക്കിലേക്ക് വരുമ്പോൾ നമ്മളുടെ സ്പേസിൽ നമ്മൾ ആരെ കൺസിഡർ ചെയ്യുന്നു എന്നതാണ് ഫസ്റ്റ് തിങ്. ലൈക്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഒരു മിററാണ്, സൊസൈറ്റിയുടെ ഒരു മിററായിട്ട് നമ്മൾ അവിടെ കാണാം. അവിടെയും സാമൂഹികമായ കൂടിച്ചേരലുകൾ, സൗഹൃദങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മളുടെ സ്പേസിൽ ആരെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ജംഗ്ഷനിൽ ഇറങ്ങി ചെല്ലുമ്പോൾ, നാട്ടിലെ ജംഗ്ഷനിൽ നിന്ന് സ്ത്രീകളൊക്കെ പോകുമ്പോൾ തെറിയൊക്കെ പറയുന്നത്, സ്ത്രീകൾ പോകുമ്പോൾ തുണി ഉയർത്തി കാണിക്കുന്ന ഒരാളുമായിട്ട് ലിജിന് ഒരു പക്ഷേ സൗഹൃദം കീപ്പ് ചെയ്യില്ല. സോ ഈ ഷുഡ് ബി പേഴ്സൺ ഒരു സേഫ് ഡിസ്റ്റൻസിൽ കീപ്പ് അവേ ചെയ്യേണ്ടതാണ്. നാട്ടിലെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. സോ അത്തരത്തിൽ അത് നമ്മളെല്ലാവരും ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ, നമ്മൾ മറ്റേ നാട്ടിലെ പഴയ പ്രയോഗങ്ങളല്ലേ, ചെത്തിയ വെട്ടും മുറ്റത്ത് കയറ്റാൻ കൊള്ളാത്തവൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇവനെ അങ്ങ് ഒഴിവാക്കും. നമ്മുടെ സാമൂഹ്യ ബോധത്തിൽ ഇവനെ വിളിക്കാൻ പറ്റാത്ത സ്ഥലമുണ്ട്. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും നമ്മൾ റീഫോം ചെയ്തെടുത്തിട്ടുള്ള ഒരു സർക്കിളുണ്ട്. ഇപ്പോൾ എൻ്റെ പരിചയത്തിലോ, ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ സൗഹൃദ വലയത്തിലോ എൻ്റെ പരിചയത്തിലോ, ഞങ്ങൾ രണ്ടുപേരുടെയും പരിചയത്തിലോ ഒന്നും സ്ത്രീകളുടെ സോഷ്യൽ മീഡിയയിൽ പോയി, നമ്മളെ അല്ല, ഒരു സ്ത്രീകളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ പോയിട്ട് എന്തെങ്കിലും അനാവശ്യം എഴുതി വെക്കുന്ന ഒരാളില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവരുണ്ടായിരുന്നിരിക്കും. ആ ഉണ്ടായിരുന്നവർ ഒന്നുകിൽ അവർ ഇതൊക്കെ തിരിച്ചറിഞ്ഞതാണെന്നുള്ളത് സ്വയം തിരുത്തിയിട്ടുണ്ടാവും, അല്ലെ അങ്ങനെയുള്ളവർ സ്വാഭാവികമായിട്ടും നമ്മളുടെ സൗഹൃദ വലയത്തിൽ നിന്നും പരിചയ വലയത്തിൽ നിന്നും വെളിയിലേക്ക് പോയിട്ടുണ്ടാവും. ഇത് നമ്മൾ അത്രയും ഫിൽട്ടർ ചെയ്ത് റീഫോം ചെയ്തിട്ടാണ് നമ്മളുടെ ഒരു സ്പേസ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സാമൂഹിക ബന്ധങ്ങൾ, നമ്മളുടെ സൗഹൃദങ്ങൾ, ഇതിനെല്ലാം രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കൊരാളെ അറിയില്ല, ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയാം. എനിക്ക് പരിചയമുള്ള, ഞാൻ ഈ നാട്ടിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യരുമായിട്ട് ഇടപെട്ട് ജീവിക്കുന്നൊരു മനുഷ്യരാണ് ഞാൻ രണ്ടുപേരും. നമുക്ക് പരിചയമുള്ള ഒരാളുമില്ല ഇത്തരത്തിൽ ഇടപെടുന്നവർ. ഈ ഇടപെടുന്നവർ അതൊരു പാരലൽ വേൾഡാണ്. ഈ ഇടപെടുന്നവർ നമുക്ക് പരിചയത്തിലുള്ള അല്ല. ഇതുകൊണ്ട് തന്നെ ഇത് നമ്മളെ ബാധിക്കുന്ന സാധനമേ അല്ല. അതൊരു പാരലൽ വേൾഡിൽ ഇതിങ്ങനെ നടക്കും. ഇത് നടക്കുന്നതിന് ഇതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട നമ്മളിതിനെ പരിഗണിച്ചിട്ടില്ല. ഇതിനെ നമ്മൾ ഇയാളെയൊക്കെ ഒരാളായിട്ട് ആര് പരിഗണിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇത്തരത്തിൽ വന്ന് കമന്റ് ഇടുന്നവരെ മനുഷ്യരെയൊക്കെ ആര് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. എനിക്കൊന്നൊരു അതൊരു ജെൻഡർ പറയാൻ അല്ലെങ്കിൽ പോലും ഇത് കുറച്ചൊരു ഇമോഷണലി കണക്ട് ചെയ്യുന്ന കുറച്ചൊരു സ്ത്രീകളെയാണ് അല്ലേ? ഒരു കമന്റ് പോലും ചിലപ്പോൾ പെട്ടെന്നൊന്ന് ഹേർട്ട് ചെയ്യുന്ന, നമുക്ക് ചിലപ്പോൾ ആണുങ്ങളാണെങ്കിൽ പൊടാവില്ലേ ആ ഒരു നമ്മൾ വിടും. പക്ഷെ കുറച്ചുകൂടെ ഇത് നമ്മൾ ഹേർട്ട് ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇമോഷൻസിൽ എവിടെയെങ്കിലും ഒക്കെ ഡിസ്റ്റർബ് ആവത്തില്ലേ? ഡിസ്റ്റർബ് ആകുന്നൊരു സമയം ഉണ്ട്. ഏത് കാര്യത്തിനും നമുക്ക് ഡിസ്റ്റർബ് ആകുന്നൊരു സമയമുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് പോകുന്നു. കാരണം ഇതൊരു സ്ഥിരം നമുക്ക് കാണുന്ന ഒരു
ഒരു കമൻ്റ് ആയില്ല. എൻ്റെ ഇതിലെന്ന് വെച്ചാൽ ഞാനൊരു പോസ്റ്റ് ഇട്ട് വരുന്നതിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സർക്കിളിൽ നിൽക്കുന്ന അങ്ങനെ ഒരു വരില്ല. പുറത്തുനിന്ന് വരുന്ന വേറൊരു കമൻറ്റ് ഞാൻ സ്പോട്ടിൽ ഞാൻ ബ്ലോക്കിൽ കളയും. കാരണം അങ്ങനെ ഒരു ആളെയോ ഒരു ഫോളോവറിനെ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട് ഞാൻ ആ ഒരു എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എവിടെയും ഞാൻ നിർത്തില്ല. ഞാൻ ആ സ്പോട്ടിൽ ബ്ലോക്കിൽ കളയും. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഈ ഫിൽറ്റർ ചെയ്ത് വരുമ്പം അധികം കാണില്ല. പിന്നെ രശ്മിന്റെ സോഷ്യൽ മീഡിയ നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും സോഷ്യൽ മീഡിയയിൽ ആരും അങ്ങനെ കമന്റ് ചെയ്യാറില്ല. പുറത്ത് വേറെ ഫോർ എക്സാമ്പിൾ ഒരു വാർത്ത വന്നാൽ ഇതിനടിയിലുണ്ട്. അപ്പം ഇപ്പോൾ രശ്മി ഒരു പോസ്റ്റ് ഇട്ടതിനെ കുറിച്ച് ഒരു ക്ലിക്ക് ബൈറ്റ് വാർത്ത വരുന്നു, അതൊരു ന്യൂസ് പോർട്ടലിലെ ന്യൂസായി പബ്ലിഷ് ചെയ്യും, ഇതിനടിയിലുണ്ടാവും. ആ പോസ്റ്റിലേക്ക് ഒരാൾ വന്ന് കമന്റ് ചെയ്യില്ല. ഇതൊരു സമയം പീരീഡ് ഉണ്ട് നമുക്ക്. ഈ പോസ്റ്റിൽ ഒരു വട്ടം കമന്റ് ചെയ്യാം. സെക്കൻഡ് ടൈം നിങ്ങൾ പോസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ വേറെ നിങ്ങളൊരു ഫേക്ക് അക്കൗണ്ടോ നിങ്ങൾ വേറെ അക്കൗണ്ടോ എടുക്കേണ്ടി വരും. എന്റെ അക്കൗണ്ടിൽ കാണാൻ പറ്റില്ല. മറ്റേ ക്യാരംസിന്റെ സ്ട്രൈക്കർ അടിച്ചു കളയുന്ന എന്റെ സർക്കിൾ എന്റെ സ്പേസിൽ നിന്നും കളയും. അവരില്ല, അത് നമ്മളെ ബാധിക്കുന്ന സാധനം. അതിന് ആരാണെങ്കിലും. പിന്നെ ഇതൊരു തരത്തിലൊരു ഫ്രസ്ട്രേഷനാണ്. ഇപ്പൊ നമ്മള് പണ്ടൊക്കെ ഈ പറഞ്ഞ അടുത്ത വീട്ടിലെ ചേച്ചിട്ട് ഫോൺ നമ്പർ കൊണ്ടുപോയിട്ട് ട്രെയിനിന്റെ ബാത്റൂമിലോ ഇതിലൊക്കെ എഴുതി വെക്കുന്ന ആൾ, ഇതൊരു തരം ഫ്രസ്ട്രേഷൻ കൊണ്ടാണ്. കുറേ കാര്യങ്ങൾ കൊണ്ട് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ഒന്ന് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് മനസ്സിൽ വളരെ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുടുംബമൊക്കെ തകർന്ന് വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന മനുഷ്യർക്ക് വളരെ കുടുംബമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്ന ആളുകളെ കാണുമ്പോൾ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ എത്തിപ്പെടണം എന്ന് കരുതിയ സ്ഥലത്ത് ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത രണ്ടുപേരെത്തിപ്പെടുന്നു അല്ലെങ്കിൽ ഒരാൾ എത്തിപ്പെടുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ഇത്തരം പലതരം ഫ്രസ്ട്രേഷനുകളാണ്. ഈ ഫ്രസ്ട്രേഷൻ സൈബറിലെത്തുമ്പോൾ ഒരു സേഫ് പ്ലേസ് കിട്ടുന്നുണ്ട് ഇതിനെ ഇറക്കി വെക്കാൻ. ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയാൽ നമുക്ക് പോയിട്ട് ആരുടെയും, ഇപ്പം നമുക്ക് നാട്ടിലിറങ്ങി ഒരു സ്ത്രീയെ തെറി പറയാൻ പറ്റത്തില്ല, അടി കിട്ടും. രണ്ടാമത്തെ അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിലെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിന്ന് രണ്ട് സ്ത്രീകൾ വരുമ്പം അനാവശ്യം വിളിച്ചു പറയാൻ പറ്റത്തില്ല. ഇത് വിളിച്ച് അല്ല ഡബിൾ മീനിങ്ങിൽ രണ്ട് വർത്താനം പറയാൻ പറ്റത്തില്ല. ഒരു ദിവസം പറയാം, രണ്ടാമത്തെ ദിവസം അവിടെ ചെല്ലുമ്പോൾ അവിടെ കൈകാര്യം ചെയ്യപ്പെടും. അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ പോലീസുകാർ വന്ന് തൂക്കിയെടുത്ത് വണ്ടിയുടെ ബാക്കിൽ ഇട്ടുകൊണ്ട് പോകും. ഇതില്ലാതെ ഇത്തരം മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു സേഫ് പ്ലേസ് ഉണ്ട് അവിടെ. അവർക്കൊരു വീടിനുള്ളിൽ മറ്റേ 4 ചുവരിനുള്ളിൽ ഇരുന്ന് ആരാണെന്നൊന്നും അറിയാതെ ഐഡന്റിറ്റിയൊക്കെ മറച്ചു വെച്ച് ഇത് അവരുടെ ഒരു ബേസിക് ഫ്രസ്ട്രേഷൻ. അതിനൊരു സാമൂഹ്യപരമായ കാരണമല്ല. അത് ബേസിക്കലി നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴും പൊളിറ്റിക്കലും സോഷ്യലും ആയിട്ടാണ്. ഇതൊരു വളരെ പേഴ്സണലായിട്ടുള്ള ഒരു വ്യക്തിയുടെ പെർസ്പെക്റ്റീവിൻ്റെ പ്രശ്നമാണ്. ഇത് നമ്മളുടെ നാട്ടിൽ മാത്രമുള്ളതെന്നല്ല, സൈബർ ബുള്ളിങ് എല്ലാ സിവിലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റികളിലും സൈബർ ബുള്ളിങ് ഉണ്ട്. ഇത് പലതരത്തിലുള്ള വ്യക്തികളുടെ ഫ്രസ്ട്രേഷൻ ഇവർ ഈ സമൂഹത്തിൽ ഡയറക്റ്റ് തീർക്കാൻ കഴിയാതിരുന്നതിനെ ഇവിടെ കൊണ്ട് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഇവരെ അവഗണിക്കുക, ഇവരെ നമ്മൾ അറ്റൻഷൻ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആദ്യമൊക്കെ ഇപ്പം ഫസ്റ്റിലൊക്കെ നമുക്കൊരു സാധനം വരുമ്പോൾ നമുക്കുണ്ടാവുന്ന വിഷമം, പിന്നീട് അങ്ങോട്ട് ഇത് സ്ഥിരമായി ഇങ്ങനത്തെ മനുഷ്യരാണ് ഇതിൽ അവരിങ്ങനത്തെ ഫ്രസ്ട്രേഷൻ തീർക്കാനോ മറ്റു കാര്യങ്ങൾക്കോ വരുന്നത്. അപ്പം അവരെ നമ്മുടെ സ്പേസിൽ നിന്നും ഒഴിവാക്കി കളയോ. വിജയിച്ച മനുഷ്യർ പൊതുവെ പണിക്ക് പോകാറില്ല. അതെ, ഇതൊരു വളരെ റിയൽ ആയിട്ടുള്ള സമയമാണ്. അവനവൻ്റെ കാര്യം, അവനവൻ്റെ ജോലി തിരക്കുകൾ, അവനവൻ്റെ കുടുംബം, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരാൾ, അയാൾക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമില്ല, വളരെ സക്സസ്ഫുൾ ആയിട്ട് കടന്നു പോകാന്നുണ്ടെങ്കിൽ അയാൾക്കൊന്നും ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. അയാളുടെ സന്തോഷങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ തീർക്കാനും അയാൾക്കുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റികളിൽ ഇടപെടാനും. ഞാൻ പറഞ്ഞ പൊളിറ്റിക്കലായിട്ടുള്ള സൈബർ അറ്റാക്ക് അല്ല, രാഷ്ട്രീയ വിരോധം കൊണ്ടോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പ് ഗോത്രീയമായിട്ടുള്ള വിരോധങ്ങൾ കൊണ്ട് സാമുദായികമാകാം, ജാതീയമാകാം, വർഗീയമാകാം, രാഷ്ട്രീയമാവാം, അതായത് ദേശപരമാവാം. ഇത് ഏതെങ്കിലും സംഭവം കൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോം ആവുകയും ആ ഗ്രൂപ്പ് ഒരാളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെത്തേഡല്ല ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഒരാളുടെ അടുത്ത് പോയിട്ട് ഇയാളോട് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല. അപ്പം നമ്മളൊരു നടിയെക്കുറിച്ചൊക്കെ ഒരു വാർത്ത ഒരു എന്റർടൈൻമെന്റ് പോർട്ടലിൽ വന്നാൽ ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ വായിച്ചാൽ ഇത് ഇവർക്ക് യാതൊരു പ്രശ്നവും ഇവരോട് ഉണ്ടാവില്ല. നിങ്ങളുടെ എന്തെങ്കിലും ഇവരോട് വ്യക്തിപരമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. ഇവരുടെ പൊളിറ്റിക്കലായിട്ട് ഇവർ നിങ്ങൾക്ക് വിയോജിച്ചെന്ന എന്തെങ്കിലും സാധനം ഇല്ല, ഒന്നുമില്ല. ഇതൊരു മനസ്സുഖം എന്നുള്ള ഇത് ഭയങ്കര പേഴ്സണലാണ് ഈ സാധനം. ഇത് അവരവർ സ്വയം ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ട ഒരു സാധനമാണ്. നമുക്കതിലൊന്നും ചെയ്യാനില്ല.